ഹലോ ഹായ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കപ്പയും ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇങ്ങനെ കപ്പ പുഴുങ്ങിയിട്ട് അതിൻ്റെ മേലെ നല്ല അടിപൊളി ചൂട് ബീഫ് കറിയും നല്ല ചൂട് കട്ടൻ ചായയും നല്ല മഴയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കപ്പയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂണ് മുളക് പൊടിയും ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് ബീഫ് മസാലയും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കപ്പേൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് പൊറോട്ടയും നെയ്ച്ചോറും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാനിത് എല്ലാം ഒന്ന് മിക്സാക്കി ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത് നൂറിൻ്റെ വീട്ടിൽ നിന്നാണ്. അവർ ഇങ്ങനെ കറി ഉണ്ടാക്കുള്ളൂ. അപ്പം നല്ല ടേസ്റ്റാണ് ആ കറിക്ക്. പിന്നെ ഞാൻ ബീഫെല്ലാം ചെറുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അവിടെ മിക്സാക്കി വറുത്ത് വെച്ചിരിക്കുന്ന മസാലകളില്ലേ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് നമുക്കിനിത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിത് അതും കൂടി ഗ്യാസിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ഒരു 3 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് അരച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി എല്ലാം കൂടി ഇട്ടിട്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോഴേക്ക് നമ്മളെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു എന്തേലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലോ ചട്ടോനോ പിന്നെ ഗ്ലാസ്സോ എന്തേലും ഉപയോഗിച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഉടക്കണം കേട്ടോ, ഉടച്ചിങ്ങനെ കുഴഞ്ഞ് കിട്ടണം. പിന്നെ അതിലേക്ക് നമ്മളെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് ഉടച്ചു കൊടുത്ത പോലെ തന്നെ മൊത്തത്തിലൊന്ന് ഉടച്ചെടുത്തിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതൊരു ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് അരപ്പൊക്കെ എല്ലാത്തിനും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിയിൽ കറി കാച്ചിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്രം ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം സെറ്റായതിന് ശേഷം ഞാനിവിടെ കപ്പ വിളമ്പുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കുക. ഞാനൊരു ചട്ടിയിൽ ഇലയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതിന് മേലെ നല്ല ചൂട് ബീഫ് കറിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി കപ്പയും കട്ടൻ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്, ഒരു സംശയമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.